ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് SSC സെലക്ഷൻ പോസ്റ്റ് ഫേസ് ലെവലിലെ ഗ്രാജുവേഷൻ ലെവലിലെ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാം വരുന്നത് 27 ജൂൺ ഷിഫ്റ്റ് 4 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If sin theta plus cos theta is equal to root 11/3, then find the value of tan theta plus cot theta. So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്കറിയാം എന്ത്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ് വരിക. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 എഴുതി, ബൈ അടിയിൽ എന്താ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. സോ എന്ത്, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റേനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സോ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ എന്താ? അതായത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 11/3 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സ്ക്വയർ ചെയ്യാം. രണ്ടിൻ്റെയും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. ഇസിക്കൽ ടു എന്ത് കിട്ടും? റൂട്ട് 11ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 11/3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി. ലാസ്റ്റ് എന്താ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ് വരിക. 1 പ്ലസ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇസിക്കൽ ടു 11/9 എന്ന് കിട്ടും. 1 കിട്ടുമ്പോൾ എന്ത് കിട്ടും? 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 11/9 മൈനസ് 1 ആണ് വരിക. 1 ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9/9 നമുക്ക് കൊടുക്കാം. സോ എത്ര കിട്ടി? 11 മൈനസ് 9 എന്ന് പറയുന്നത് എത്ര കിട്ടി? 2/9 എന്ന് കിട്ടും. സോ ഇവിടെ എന്താ ഉള്ളത്? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ഫ്രണ്ടിൽ 2 ഉണ്ട്. 2 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? /2 ആവും. സോ ഈ 2 2 വെട്ടി ഇത് പോയി. ലാസ്റ്റ് എന്താ വരാ? 1/9 എന്ന് കിട്ടും. എന്ത്, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 1/9 എന്ന് കിട്ടി. സോ നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ചു. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/9 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 1/sin തീറ്റ ഇൻറ്റു 1/sin തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? 1/9 എന്നറിയാം. സോ 1/9 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/1/9. അതായത് ആൻസർ എത്ര വരാം? 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20 kilo of rice costing 80 per kg is mixed with y kg of rice costing 100 per kilo. If the cost of this mix rupees is 84 per kilo, then what is the value of y? So അതായത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് 20 കിലോ ഓഫ് റൈസ്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ചെയ്യുന്നത് എത്ര? 80 rupees. അതുപോലെ നെക്സ്റ്റ് സെറ്റ് എത്ര? y kg ഓഫ് എമൗണ്ട് ആണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്ര? 100 rupees per kg. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോഴുള്ള ഏവറേജ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 84. അങ്ങനെയാണെങ്കിൽ വൈയുടെ എമൗണ്ട്, അതായത് ക്വാണ്ടിറ്റി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് നമുക്ക് അലിഗേഷൻ മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്ത്, ആദ്യത്തെ സെറ്റിൻ്റെ റൈസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80, രണ്ടാമത്തെ എത്ര? 100 rupees. ആദ്യത്തെ സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 rupees ആണ്. രണ്ടാമത്തെ സെറ്റിൻ്റെ റുപ്പീസ് എന്ന് പറയുന്നത് 100 rupees ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഏവറേജ് റേറ്റ് എന്ന് പറയുന്നത് എത്ര?
84 നമുക്ക് കിട്ടി. സോ അതിൽ കയറ്റുമ്പോൾ എന്ത് കിട്ടി? 84 മൈനസ് 80 എന്ന് പറയുന്നത് 4 കിട്ടും. 100 മൈനസ് 84 എന്ന് പറയുന്നത് 16 കിട്ടും. റേഷ്യോ ആണ്. സോ വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 4:1 എന്ന് കിട്ടി. അതായത് രണ്ട് സെറ്റിൻ്റെയും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 4:1 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്തിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്? ഫസ്റ്റ് സെറ്റിൻ്റെ ക്വാണ്ടിറ്റി എത്രയും തന്നിട്ടുണ്ട്? 20 കിലോ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 80ൻ്റെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 20 കിലോ തന്നിട്ടുണ്ട്. അതായത് 4 എന്ത്? 20 കിലോ. സോ 4 20 കിലോ. 4 20 എന്താ? ഇൻറ്റു 5. സോ അതന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. 1 × 5 എന്ന് പറയുന്നത് എത്ര? 5 kg എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ 4:1 എന്ന് പറയുന്നത് ഈ റെസ്പെക്റ്റീവ് സെറ്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് 4:1. അതിൽ ഈ 4 എന്ത്? 20 kg. 4 20 5. സോ 1 × 5 എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. സോ 5 ആണ് എന്ത്? വൈയുടെ ക്വാണ്ടിറ്റി വരുന്നത്. സോ എത്ര? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the volume of cube is given as 12167 centimeter cube, then the surface area of the cube will be. അതായത് നമുക്ക് എന്താ തന്നേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത് ക്യൂബിൻ്റെ വോളിയം ആണ് തന്നേക്കുന്നത്. ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ? എ ക്യൂബാണ് എന്ത്? ക്യൂബിൻ്റെ വോളിയം. അതാണ് നമുക്ക് തന്നേക്കുന്നത് എന്ത്? 12167 എന്നുള്ളത് തന്നേക്കുന്നത്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സർഫേസ് ഏരിയ ഓഫ് ദ ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എത്ര? ഇക്വേഷൻ വരുന്നത് 6a² ആണ് എന്ത്? ക്യൂബിൻ്റെ സർഫേസ് ഏരിയ. സോ നമുക്ക് എന്ത്? ആദ്യം എയുടെ വാല്യൂ കാണും. a³ = നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ക്യൂബ് റൂട്ട് 12167. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടും? 23 എന്ന് നമുക്ക് കിട്ടും. സോ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 23 കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സർഫേസ് ഏരിയ ഓഫ് ദ ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 6 × a². അതായത് 6 × 23ൻ്റെ സ്ക്വയർ. 23ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 529 വരിക. സോ 6 × 529 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3174 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ 6 × 529 എന്ന് പറയുന്നത് 3174. അതെന്താണ്? സർഫേസ് ഏരിയ ഓഫ് ദ ക്യൂബാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്? ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് a³ അതുപോലെ എന്താ? സർഫേസ് ഏരിയ ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് 6 × a². സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ ഗീവൺ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. സോ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് COVID-19 കേസസ് ഇൻ December 2021 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് COVID-19 കേസസ് ഇൻ September 2021 ഫോർ ദീസ് 5 സ്റ്റേറ്റ്സ് ടുഗദർ. അതായത് നമുക്ക് എന്താ കാണേണ്ടത്? ഡിസംബറിലത്തെ കോവിഡ് കേസുകൾ എന്ത്? സെപ്റ്റംബറിലത്തെ കോവിഡ് കേസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത്? ഡിസംബറിൽ എത്ര കോവിഡ് കേസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഡിസംബർ ഏതാണ്? ഡിസംബറിലെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് ഡിസംബറിലെ കോവിഡ് കേസ് എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. അതുപോലെ എന്താ? സെപ്റ്റംബർ 2021 കോവിഡ് കേസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഇതാണ്. സോ ഈ കോളത്തിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? അതായത് 5 സ്റ്റേറ്റിലും കൂടി എത്ര വന്നു? സെപ്റ്റംബറിൽ 200 കേസാണ് വന്നത്. അതായത് ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 200. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് COVID-19 കേസസ് ഇൻ ഡിസംബർ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെപ്റ്റംബർ. അതായത് സെപ്റ്റംബറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിസംബറിന്. സോ ഫ്രാക്ഷൻ കാണുമല്ല, പെർസെൻറ്റേജ് ആകുമ്പോൾ എന്ത് കിട്ടും? അടിയിൽ സെപ്റ്റംബറിൻ്റെ വേണം, മേലെ എന്ത്? ഡിസംബർ ഇൻറ്റു പെർസെൻറ്റേജ് കാണാൻ 100. നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? 75% എന്ന് കിട്ടും. അതായത് സെപ്റ്റംബറിനെ വെച്ച് നോക്കുമ്പോൾ ഡിസംബർ എത്രയാണ്? 75% ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 32 by
sec square theta minus 20 by 1 plus tan square theta plus 12 sin square theta is. സോ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത്, അതായത് തീറ്റയ്ക്ക് നമുക്ക് 45 ഡിഗ്രി എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് തീറ്റയ്ക്ക് 45 ഡിഗ്രി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 32 ബൈ സീക്ക് സ്ക്വയർ 45 എന്ന് പറയുന്നത് എന്താ, അതായത് √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 മൈനസ് 20 ബൈ 1 പ്ലസ് ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. സോ 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ വരും. പ്ലസ് 12 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 45 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 1/√2. 1/√2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വരും, 16 മൈനസ് ഇവിടെ എന്താ വരിക 1 + 1 എന്ന് പറയുന്നത് 2. 20/2 എന്ന് പറയുന്നത് 10 പ്ലസ് 6 എന്ന് വരും. ഇവിടെ 6 + 6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The average weight of 30 students in a class is 60 kg. If the weight of the class teacher is included, the average weight increased by 0.5 kg. Then the weight of the teacher is. So ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഏവറേജ് വെയിറ്റ് ഓഫ്, അതായത് 30 സ്റ്റുഡൻസിൻ്റെ ഏവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്ര, 60 കിലോഗ്രാം ആണ് വരുന്നത്. അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്, ടീച്ചറേയും കൂടി, അതായത് ആ ക്ലാസ്സിലെ ടീച്ചറേയും കൂടി ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ എത്ര, ഏവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 0.5 കിലോഗ്രാം ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വെയിറ്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നമുക്ക് അലിഗേഷൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ, അതായത് 30 സ്റ്റുഡൻസിൻ്റെ ഏവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്ര, 60 കിലോഗ്രാം ആണ് വരുന്നത്. സോ നെക്സ്റ്റ് എന്താ, അതായത് ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര നമുക്കറിയില്ല. ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് വരുന്നത്. അതായത് 30 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോഗ്രാം ആണ്. അതുപോലെ ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, അതായത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്ത് 0.5 കിലോഗ്രാം ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 60.5 കിലോഗ്രാം ആണ് എന്ത് ഇൻക്രീസ് ആവുന്നത്. അതായത് 60 കിലോഗ്രാം ആണ് എന്ത് 30 സ്റ്റുഡൻസിൻ്റെ, എക്സ് ആണ് എന്ത് ടീച്ചറുടെ. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഏവറേജ് വെയിറ്റ്, അതായത് ഏവറേജ് വെയിറ്റ് ഇൻക്രീസ് ആവും എത്ര, 60.5 കിലോഗ്രാം ആവും. അതുപോലെ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, അതായത് 60 കിലോഗ്രാം ആരുടെയാണ്, 30 സ്റ്റുഡൻസിൻ്റെയും. അതുപോലെ എക്സ് എന്ന് പറഞ്ഞ ആരുടെയാണ്, ടീച്ചറുടെയാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര, ഒരാളാണ് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് കിട്ടി, ഇവരുടെ ഡിഫറൻസ് നമുക്ക് എത്ര, 60.5 മൈനസ് 60 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, ഇവിടെ 0.5 എന്ന് നമുക്ക് കിട്ടി. അതായത് എന്ത്, 0.5 എന്ന് നമുക്ക് കിട്ടി. അതായത് 60.5 മൈനസ് 60 എന്ന് പറയുന്നത് 0.5 ആണ്. അതായത് ഈ 1 ആണ് എന്ത് 0.5. സോ ഈ 1.5 ആവാൻ എന്താ നമ്മൾ ചെയ്തത്, ഇൻറ്റു 1/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് 1.5 ആവും. സോ അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 30 ഇൻറ്റു 1/2 എന്ന് പറയാൻ നമുക്ക് എത്ര കിട്ടും, 30 ഇൻറ്റു 1 പോയിൻ്റ് എന്ന് പറയുന്നത് 15 എന്ത് കിട്ടും. സോ 30 ഇൻറ്റു 1/2, അതായത് 30യുടെ പകുതി എന്ന് പറയുന്നത് 50 കിട്ടി. സോ ഇവിടെ നമ്മൾ എന്ത് ഡിഫറൻസ് ആണ് കണ്ടത്. സോ ഇതിൻ്റെ ഒപ്പം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 50 പ്ലസ് 60.5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 75.5 എന്ന് നമുക്ക് കിട്ടി. സോ ഒന്നുകൂടി ശ്രദ്ധിച്ചു, നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ 30 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 60, അതുപോലെ ടീച്ചറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, അതായത് ടീച്ചറുടെ വെയിറ്റ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെയും ടീച്ചറുടെയും ആവറേജ് എന്ന് പറയുന്നത് 60.5. സോ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 60 എന്ന് പറയുന്നത് 30 സ്റ്റുഡൻസിൻ്റെയും, എക്സ് എന്ന് പറയുന്നത് ഒരു ടീച്ചറുടെയാണ്. സോ റേഷ്യോ എന്ന് പറയുന്നത് 30:1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അലിഗേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഡിഫറൻസ് എടുക്കുക. 60.5 മൈനസ് 60 എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടും, 0.5 എന്ന് കിട്ടും. അതായത് 1 റേഷ്യോയിൽ 1 ആണ് 0.5. സോ 1 0.5 ആവാൻ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു 1/2 ചെയ്തു. സോ ആ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യാം. സോ 30ൻ്റെ 1/2 കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 50 എന്ന് കിട്ടി. നമ്മൾ ആദ്യം ഇവിടെ ഡിഫറൻസ് ആണ് കണ്ടത്. സോ ഡിഫറൻസ് കാണുമ്പോൾ എന്ത്, ആദ്യം ഡിഫറൻസ് കണ്ടു. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവരുടെ ഒപ്പം ഈ
ആവറേജിൻ്റെ ഒപ്പം കൂട്ടണം. അതായത് 60.5ൻ്റെ ഒപ്പം 15 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്നുള്ളത് ടീച്ചറുടെ വെയിറ്റ് കിട്ടും. അതാണ് 75.5. ഇതാണ് എന്ത്? അലിഗേഷൻ മെത്തേഡ്. സോ ആൻസർ എത്ര വന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 11 raised to 7 plus 9 is divided by 10. സോ നമുക്ക് എന്ത്? റിമൈൻഡർ ആണ് കാണണ്ടേ. ആരുടെ? 11 raised to 7 plus 9 by 10ൻ്റെ റിമൈൻഡർ ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ത്? 11ൻ്റെ കേസ് മാത്രം എടുക്കാം. ആദ്യം പവർ എടുക്കണ്ട, ആദ്യം 11ൻ്റെ കേസ് മാത്രം എടുക്കുക. 11ൻ്റെ കേസിൽ 11/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരാം? 1 ആണ് വരാം. സോ ഇതിന് പകരം നമുക്ക് എന്താ റിമൈൻഡർ എഴുതാം? 1 ആണ് വരാം. 1 raised to 7 plus 9/10 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം പവർ എടുത്തില്ല, ആദ്യം നമ്പർ മാത്രം എടുത്തു. നമ്പർ എടുക്കുമ്പോൾ എന്താ? 11 ആണ് വന്നത്. സോ 11/10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ വരും? 1 ആണ് റിമൈൻഡർ വരാം. 1 raised to 7 എന്ന് പറയുന്നത് എത്ര? 1 ആണ് വരാം. അതായത് 1ൻ്റെ പവർ എത്രയായാലും 1 തന്നെ ആൻസർ വരാം. സോ 1 plus 9/10 എന്ന് വന്നു. സോ സം എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 plus 9 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10/10 എന്ന് നമുക്ക് കിട്ടും. സോ 10/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരാം? റിമൈൻഡർ 0 ആണ് വരാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 11 raised to 7 plus 9/10 എന്ന് എഴുതാം. സോ ആദ്യം നമ്മൾ പവർ എടുത്തില്ല, പവറിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 11ഉം 9ഉം മാത്രം എടുത്തു. അവരുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര? അതായത് 11/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരും? 1 എന്ന് വരും. പ്ലസ് 9/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരും? 9 ആണ് വരാം. നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരും? -1 ആണ് വരാം. അതായത് 11/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 ആണ്. 9/10 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരാം? 9 ആണ് റിമൈൻഡർ വരാം. പക്ഷേ നെഗറ്റീവ് റിമൈൻഡർ എത്ര? 9 ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റിമൈൻഡർ എത്ര? 9 ആണ്. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എത്ര? 10 ആണ് വരുന്നത്. സോ 10 9 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -1 എന്ന് നമുക്ക് നെഗറ്റീവ് റിമൈൻഡർ കിട്ടും. സോ നെഗറ്റീവ് റിമൈൻഡർ കാണാൻ നമ്മൾ കിട്ടിയ റിമൈൻഡറിൻ്റെ ഡിവൈസർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ നെഗറ്റീവ് റിമൈൻഡർ എത്ര? -1 ആണ് വരുന്നത്. പോസിറ്റീവ് റിമൈൻഡർ എത്ര? 9 ആണ് വരുന്നത്. സോ നെഗറ്റീവ് റിമൈൻഡർ എത്ര? 1 ആണ്. ഇവിടുത്തെ 11ൻ്റെ റിമൈൻഡർ എത്ര? 1 ആണ് വരുന്നത്. സോ ഇവിടെ raised to 7 ഉണ്ട് ബൈ 10 ഉണ്ട്. 1 raised to 7 എന്ന് പറയുന്നത് എത്ര? 1 raised to 7 എന്ന് പറയുന്നത് 7 തന്നെയാണ് വരുന്നത്. സോ 1 raised to 7 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. 1ൻ്റെ പവർ എത്രയായാലും 1 വരും. സോ 1 - 1/10 എന്ന് വരും. നമുക്ക് എത്ര കിട്ടി? 0/10 എന്ന് നമുക്ക് കിട്ടും. അതായത് ഇവിടെയും റിമൈൻഡർ എത്ര വരുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് ഇപ്പോഴും 0 ആണ് വരുന്നത്. സോ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്യാം. ഏത് ചെയ്താലും എന്ത്? ആൻസർ 0 ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. R and S are the points on the sides of XY and YZ respectively of triangle XYZ. Also XR is equal to 50 cm, XY is equal to 25 cm and XS is equal to 12 cm and XZ is equal to 20 cm. RS equal to, so RS എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിളിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താ? XYZ. ഇനി എന്താ? ഇനി പറഞ്ഞേക്കുന്നത് R and S are the points on XY. സോ XY ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആറും XZ ഉള്ളൊരു പോയിന്റ് ആണ് എന്ത്? S. സോ യോജിപ്പിക്കാം. സോ വേറെ എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? XR is equal to 50 cm തന്നിട്ടുണ്ട്. അതുപോലെ XY, അതായത് XY എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 25 cm തന്നിട്ടുണ്ട്. XS എന്ന് പറയുന്നത് എത്ര? 12 cm. XZ എന്ന് പറയുന്നത് എത്ര? XZ എന്ന് പറയുന്നത് 20 cm എന്ന് കിട്ടി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? RSൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത്? ഇതൊരു പ്രൊപ്പോർഷനിലാണോ വന്നതെന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? XR/XY എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
അതായത് ചെറിയ ട്രയാങ്കിൾ ബൈ വലിയ ട്രയാങ്കിൾ. അതായത് ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എക്സ് ആർ എസ് ആണ് ആദ്യത്തെ ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് ആണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. സോ ഇവരെ സൈഡ്സ് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ എക്സ് ആർ എന്ന് പറയുന്നത് എത്ര 15 വന്നു, ബൈ എക്സ് വൈ എന്ന് പറയുന്നത് 25 എന്ന് വന്നു. സോ നമുക്ക് എത്ര കിട്ടി 3/5 എന്ന് വന്നു. സോ സെക്കൻഡ് സൈഡിലും ഇതേ പ്രൊപ്പോർഷനിലാണോ വരാൻ നോക്കുക. അതായത് എക്സ് എസ് ആണ് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, ബൈ വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ എക്സ് വൈ സെഡിൽ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എക്സ് സെഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും 12/20 നമുക്ക് കിട്ടും. സോ എത്ര കിട്ടും 3/5 തന്നെ ഇവിടെ നമുക്ക് കിട്ടി. അതായത് രണ്ടിൻ്റെയും ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി സെയിം ആണ് കിട്ടിയത്, 3/5 3/5 എന്നാണ് കിട്ടിയത്. അതായത് ഫ്രാക്ഷൻ, അതായത് അവർ തമ്മിൽ പ്രൊപ്പോർഷനിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് ആർ ബൈ എക്സ് വൈ ഇസിക്കൽ ടു എക്സ് എസ് ബൈ എക്സ് സെഡ് ഇസിക്കൽ ടു എന്ത് എഴുതാൻ പറ്റും ആർ എസ് ബൈ വൈ സെഡ്. അതായത് ആർ എസ് ബൈ വൈ സെഡ് ഇസിക്കൽ ടു നമുക്ക് എത്രയാണെന്ന് അറിയാം. എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു 3/5 നമുക്കറിയാം. സോ ട്രയാങ്കിൾ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇവർ തമ്മിൽ പ്രൊപ്പോർഷണൽ, അതായത് സൈഡ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ, പ്രൊപ്പോർഷൻ്റെ വാല്യൂ നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു 3/5 നമ്മൾ കണ്ടുപിടിച്ചു. സോ എന്താണ് ആർ എസ് ബൈ വൈ സെഡ് ഇസിക്കൽ ടു എത്രയാണ് വരാം 3/5 തന്നെയാണ് വരാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആർ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ആർ എസ് നിർത്തി കഴിഞ്ഞാൽ വൈ സെഡിന് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും 3/5 ഇൻറ്റു വൈ സെഡ് എന്ന് നമുക്ക് കിട്ടും. ഇത് ഓപ്ഷനിൽ ഏത് നോക്കാം, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ തന്നേക്കണ ട്രയാങ്കിൾ പ്രൊപ്പോർഷനിലാണോ നോക്കുക, പ്രൊപ്പോർഷനാണെങ്കിൽ റേഷ്യോ വയ്ക്കുക, അതിന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of 16,875 was lent out at a simple interest, and at the end of 1 year 8 months the total amount was 18,000. Find the rate of interest per annum. So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ബൈ 100. സോ നമുക്ക് ആദ്യം എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാണണം. സോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര, അല്ല പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്ര 16,875. അതുപോലെ ടോട്ടൽ എമൗണ്ട് അതായത് പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18,000 ആണ് കിട്ടിയത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം കാണാൻ എന്ത് ചെയ്യുക 18,000 ബൈ 16,875. ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1,150 നമുക്ക് കിട്ടും. സോറി 1,150 കിട്ടും. സോറി 1,125 എന്ന് നമുക്ക് കിട്ടും. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്ര വന്നേ 1,125 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി. വേറെ എന്ത് തന്നേക്കുന്നത്, അതായത് എത്ര കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് 1 കൊല്ലവും 8 മാസത്തേക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താ എത്ര 1 year 8 months ആണ് വരുന്നത്. സോ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, അതായത് 1/8/12 എന്ന് എഴുതാൻ പറ്റും. അതായത് 1 കൊല്ലവും 8 മാസത്തിന് നമ്മൾ മാറ്റുമ്പോൾ 8/12 എന്ന് എഴുതാം. സോ ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 പോവും, 4 2/3 എന്ന് കിട്ടും. പ്രോപ്പർ ഫ്രാക്ഷനൊക്കെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് 1/8/12 ആണ് നമുക്ക് കിട്ടിയത്. അതിനെ മാറ്റുമ്പോൾ 1/2/3 എന്ന് വരും. സോ ഇതിനെ പ്രോപ്പർ ആക്കുമ്പോൾ 1 × 3 + 2 എന്ന് പറയുന്നത് 5/3 എന്ന് നമുക്ക് കിട്ടി. സോ 5/3 ആണ് എന്ത് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത്. സോ നമുക്ക് എന്താ കാണണ്ടേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണണ്ടേ. സോ R = എന്ത് വരും SI × 100/12
പി ഇൻറ്റു എൻ എന്ന് വരും. തന്നേക്കുന്ന ഡാറ്റാസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ ഇസിക്കൽ ടു എസ് ഐ എത്രയാണ് 1125 ഇൻറ്റു 100 ബൈ പി എന്ന് പറയുന്നത് എത്ര 16,875 എന്ന് വരും ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്ര 5/3 ആണ്. സോ 5 ഇവിടെ വരും, 3 എന്ന് പറയുന്നത് മേലെ പോവും. സോ 5 എന്താണ് 20 ടൈംസിൽ പോവും. അതുപോലെ 1125 16,875 എന്ന് പറയുമ്പോൾ എത്ര പോവും 1 എത്രയില പോവുക 15 പോവും. 3 എത്രയിൽ കട്ട് ചെയ്യും 5 കട്ട് ചെയ്ത് പോവും. 20 എത്ര പോവും 4% നമുക്ക് ഫൈനൽ ആൻസർ ചെയ്യും. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടി 4% കിട്ടും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര 4% ആണ് വരാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഐ സിക്കൽ ടു പി എൻ ആർ ബൈ 100. അതിൽ 6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഡയറക്റ്റ് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും 4% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The cost price of the milk is increased to 62 from 60. The milkman sold milk at 10% profit early. What is the profit percentage now if he sells the milk at the same rate? So question എന്താ പറഞ്ഞേക്കുന്നത്, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 60 എന്നുള്ളത് 62 കൂടി. ഫസ്റ്റ് ആൾക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി 10% ആണ് പ്രോഫിറ്റ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് കിട്ടുകയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓൾഡ് ന്യൂ 62 എന്ന് പറയുന്നത് എന്താ, അതായത് 62 എന്ന് പറയുന്നത് ഓൾഡ് ആണ്. അതുപോലെ 60 എന്നുള്ളത് ഓൾഡ് ആണ്. 62 എന്ന് പറയുന്നത് എന്താ ന്യൂ ആണ് വരുന്നത്. അതായത് കോസ്റ്റ് പ്രൈസ്, അതായത് പഴയ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 60 ആണ്. പുതിയ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 62 ആണ്. സെല്ലിംഗ് പ്രൈസ്, അതായത് ആദ്യം എത്ര പെർസെൻറ്റേജ് 10% ആണ് ആൾക്ക് എന്ത് കിട്ടിയത് പ്രോഫിറ്റ് കിട്ടിയത്. സോ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം 60ൻ്റെ 110% ആണ് എന്ത് സെല്ലിംഗ് പ്രൈസ് വരാം. സോ 0 കട്ട് ചെയ്ത് പോയി 0 കട്ട് ചെയ്ത് പോയി എത്ര കിട്ടി 66 എന്ന് നമുക്ക് കിട്ടും. സോ പഴയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര 66 തന്നെയാണ് വരാം. ബട്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ട് സെയിം സെല്ലിംഗ് പ്രൈസിൽ തന്നെയാണ് അത് വിറ്റത്. അതായത് സെല്ലിംഗ് പ്രൈസിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെയാണ് 66 തന്നെയാണ് വരുന്നത്. വ്യത്യാസം വന്നത് എന്തിലാണ് കോസ്റ്റ് പ്രൈസിലാണ് വ്യത്യാസം വന്നത്, സെല്ലിംഗ് പ്രൈസിൽ വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എന്ത് പ്രോഫിറ്റ് വന്നത്, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും 4 എന്ന് കിട്ടും. ഇതാണ് എന്ത് ആളുടെ പുതിയ പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് കാണാൻ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. സോ എത്ര കിട്ടി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര 4 നമുക്ക് കിട്ടിയത് ബൈ സി പി എന്ന് പറയുന്നത് എത്ര 62. സോ 62 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര കിട്ടും, അതായത് കട്ട് ചെയ്ത് പോകുമ്പോൾ 2.31 എന്ന് വരും. 6.45% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്തത്, അതായത് നമുക്ക് തന്നത് ഓൾഡ് എത്ര കൂടി 62 സെല്ലിംഗ് പ്രൈസിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. സോ സെല്ലിംഗ് പ്രൈസ് നമ്മൾ അതിന് ഇട്ട് കൊടുത്തു. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 ആണ് കിട്ടിയത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ എന്താ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഇവിടുത്തെ സി പി എന്ന് പറയുന്നത് എത്ര 62 ആണ് വരുന്നത്, പ്രോഫിറ്റ് എത്ര 4. സോ 4/62 ഇൻറ്റു 100 എന്ന് പറയുന്നത് എത്ര കിട്ടി 6.45% എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A trader marked a table at 37,062 and sold it allowing a 33% discount. If his profit was 42%, then what is the cost price of the table was? സോ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് MP
by CP is equal to 100 plus P by 100 minus D. 100 plus profit by 100 minus discount. സോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എം പി എന്ന് പറയുന്നത് 37,062 ബൈ സി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസിക്കൽ ടു 100 പ്ലസ് പി എന്ന് പറയുന്നത് 100 പ്ലസ് 42 142 ബൈ 100 മൈനസ് ഡി എന്ന് പറയുന്നത് 100 മൈനസ് 33 എത്ര കിട്ടും? 67 എന്ന് കിട്ടും. സോ സി പി ഇസിക്കൽ ടു എന്ത് വരും? 37,062 ഇൻറ്റു 67 ബൈ 142 നമുക്ക് കിട്ടും. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? കട്ട് ചെയ്ത് പോകുമ്പോൾ 261 വരും. 261 ഇൻറ്റു 67 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 17,487 എന്ന് നമുക്ക് കിട്ടും. സോ സി പി എന്ന് പറയുന്നത് എത്ര? 17,487. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദിസ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 7. അതായത് തന്നേക്കുന്ന നമ്പർ ബൈ 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? അല്ല, തന്നേക്കുന്ന നമ്പർ 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കെക്ക് കൊടുക്കാൻ പറ്റിയ ലീസ്റ്റ് വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്പർ എത്ര? 7 8 6 4 കെ 3 ബൈ 7 ചെയ്യാം. സോ 7 ചെയ്യുമ്പോൾ ആദ്യത്തേൽ കട്ട് ചെയ്ത് പോവും. 7 0 8 വന്നു, 1 7 ബാക്കി 16 വന്നു, 2 14 ബാക്കി 24 വന്നു. സോ 3 21 ബാക്കി എത്ര വന്നേ? 3 കെ 3 ബാക്കിയുള്ളത്. സോ അതിന് മാത്രം എടുത്ത് നെക്സ്റ്റ് ഡിവൈഡ് ചെയ്യാം. 3 കെ 3 ഡിവൈഡഡ് ബൈ 7. സോ കെക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താലാണ് ബാക്കി ഫർദർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? കെക്ക് കൊടുക്കാൻ പറ്റിയ ലീസ്റ്റ് വാല്യൂ എത്ര എന്നാണ്. സോ ഓപ്ഷനിൽ തന്നേക്കണേൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 4 വരുന്നത്. സോ ആദ്യം നമുക്ക് 4 ഇട്ട് കൊടുക്കാം. സോ 3 4 3 എന്ന് പറയുന്നത് 7 എത്ര പോവും? 4 28 ബാക്കി 63 എന്ന് വരും. 9 63. സോ എന്ത്? 4 കൊടുത്തപ്പോൾ അത് കട്ട് ചെയ്ത് പോയി. സോ കെയുടെ വാല്യൂ നമുക്ക് എത്ര ഇട്ട് കൊടുത്തേ? 4 ഇട്ട് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിളായി. ഓപ്ഷനിൽ നോക്കാം 4 അല്ലാണ്ട് പിന്നെയും ചെറിയ വാല്യൂ ഉണ്ടോ നോക്കാം. ഇല്ല, 4 ഓപ്ഷനിലെ ലീസ്റ്റ് വാല്യൂ. സോ നമുക്ക് ഏതാണ് വാല്യൂ ഉറപ്പിക്കാൻ പറ്റും? 4 തന്നെയാണ് നമ്മുടെ കെയുടെ വാല്യൂ. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? ലീസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷനിലെ ലീസ്റ്റ് വാല്യൂ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സോ ചിലപ്പോൾ വേറെ നമ്പേഴ്സ് ഇട്ട് കൊടുത്താലും എന്ത്? 7ൻ്റെ മൾട്ടിപ്പിൾ തന്നെ വരാം. പക്ഷേ ലീസ്റ്റ് വാല്യൂ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. സോ ഓപ്ഷനിലെ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 46.5 weeks, Ram raised rupees 2,170 for science research. How much money will he raise in 30 weeks? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 46.5 വീക്ക് കൊണ്ട് ആള് എത്ര രൂപ ഉണ്ടാക്കി? 2,170 രൂപയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ 30 വീക്ക് കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കിയെന്നാണ് ക്വസ്റ്റ്യൻ. സോ 46 വീക്ക് കൊണ്ട് ഇത്ര എമൗണ്ട് എങ്കിൽ 30 വീക്ക് കൊണ്ട് എത്രയാവും? സോ 2170 ബൈ 46.5 ഇൻറ്റു 30. സോ ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 46.5 വീക്ക് കൊണ്ട് 2,170. സോ ഒരു വീക്ക് കൊണ്ട് എത്ര വരും? 2,170 ബൈ 46.5 ഒരു വീക്ക് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 30 വീക്ക് കൊണ്ട് എത്ര വരും? 2170 ബൈ 46.5 ഇൻറ്റു 30. സോ 3 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 15.5 വരും. 15.5 കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടും? 140 എന്ന് കിട്ടും. അതായത് 140 10 എന്ന് പറയുന്നത് 1,400 എന്ത്? നമ്മുടെ വാല്യൂ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In triangle ABC, D and F are the midpoints of the side AB and AC respectively. E is the midpoint on the segment DF such that DE is to EF is equal to 1.
1:2. ഇഫ് ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ദെൻ ബി സി ഈസ് ഈക്വൽ ടു. സോ നമുക്ക് ചെയ്യാൻ എന്ത് ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കുക. സോ ഡയഗ്രാം നമ്മൾ വരച്ചു. ട്രയാങ്കിളിൻ്റെ പേരെന്താ? എ ബി സി. നെക്സ്റ്റ് എന്താ? ഡി ആൻഡ് എഫ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ് എ ബി. സോ മിഡ് പോയിന്റ് ആണ് എന്ത്? ആദ്യം ഡി, എഫ് എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ് വരുന്നത് റെസ്പെക്റ്റീവ്ലി. ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓൺ ദ സെഗ്മെന്റ് ഡി എഫ്. സോ ഡി എഫും ഉള്ള പോയിന്റ് ആണ് എന്ത്? ഇ ഈസ് ദ പോയിന്റ് ഓൺ ദ സെഗ്മെന്റ് ഡി എഫ് സച്ച് ദാറ്റ് ഡി ഇ ഇസ് ഈക്വൽ ടു 1:2 എന്നാണ് തന്നേക്കുന്നത്. സോ തന്ന ഡാറ്റാസ് ഒക്കെ എഴുതി. ഒരെണ്ണം കൂടി ഉണ്ട്. ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സോ ഡി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡി എഫ് എന്ന് പറയുന്നത് എത്ര വരും? അതായത് ഡി ഇ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇ എഫ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ വരും. ഡി എഫ് ടോട്ടൽ എത്ര വരും? 4 + 8 എന്ന് പറയുന്നത് എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതായത് മിഡിൽ പോയിന്റ്, അതായത് മിഡ് പോയിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിഡ് പോയിന്റ് ചേർത്തിട്ടാണ് എന്ത്? ഡി എഫ് ഉണ്ടാക്കിയത്. സോ അങ്ങനെ മിഡ് പോയിന്റ് വെച്ചാണ് ഉണ്ടാക്കിയെങ്കിൽ ഡി എഫ് 2DF ഇസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് മിഡ് പോയിന്റ് വെച്ചിട്ടാണ് ഡിയും എഫും എന്ന ലൈൻ ഉണ്ടാക്കിയതെങ്കിൽ 2DF ഇസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ ഡി എഫിൻ്റെ വാല്യൂ, അതായത് ഡി എഫ് എത്ര സെൻറ്റിമീറ്റർ ആണ്? 12 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 2 × 12 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു ബി സി എന്ന് വരും. സോ 2 × 12 എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ബി സി വരിക. സോ ബി സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 24 സെൻറ്റിമീറ്റർ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്കെങ്ങനെയാണ്, അതായത് ഈ പ്രോപ്പർട്ടി എപ്പോഴും യൂസ് ചെയ്യുക? അതായത് മിഡ് പോയിന്റ് വെച്ചിട്ടാണ് പുതിയ സൈഡ് കണ്ടുപിടിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ 2DF ഇസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Anita and Anand can complete a work in 12 days and 18 days respectively. They undertook to complete the work for 48,000. With the help of Arun, they complete the work in 6 days. Find the sum of shares of Anita and Anand. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് അനിതയും ആനന്ദിനും കൂടി വർക്ക് ചെയ്യാൻ എത്ര? അനിതയ്ക്ക് 12 ഡേയ്സും ആനന്ദിന് 18 ഡേയ്സാണ് എടുക്കുന്നത്. അതുപോലെ എന്താ, അതായത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? അതായത് എല്ലാവർക്കും കൂടി വർക്കിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 48,000 ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അരുൺ, അതായത് അരുൺ കൂടി ചേർന്നപ്പോൾ, അതായത് അവർ 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അനിതയ്ക്കും ആനന്ദിനും കൂടി എത്ര എമൗണ്ട് ആണ് കിട്ടിയതെന്ന ക്വസ്റ്റ്യൻ. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് അനിതയ്ക്ക് എത്ര ദിവസം? 12 ദിവസം കൊണ്ടും ആനന്ദിന് എത്ര ദിവസം? 18 ദിവസം കൊണ്ടും. അതായത് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അനിതയും ആനന്ദും അരുണും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, അനിത 12 ദിവസം, ആനന്ദ് 12 ദിവസം. അനിത, ആനന്ദ് പ്ലസ് അരുണും കൂടി ചേർന്ന് എത്ര ദിവസം? 6 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇവർ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? LCM എന്ന് പറയുന്നത് 36 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് LCM കിട്ടി. LCM എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ വർക്ക്. സോ അവരുടെ എഫിഷ്യൻസി എത്ര കിട്ടും നമുക്ക്? സോ ഇവിടെ 2, അതായത് അനിതയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി. ആനന്ദിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അതുപോലെ 3 പേരും കൂടി ചേർന്ന്, അതായത് അനിത, ആനന്ദ്, അരുൺ, ഇവർ 3 പേരും കൂടി ചേർന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അതായത് അനിത പ്ലസ് ആനന്ദ് പ്ലസ് അരുൺ, അതായത് ഒരു 3 പേരും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 6 ആണ് വരുന്നത്. അനിതയുടെ എഫിഷ്യൻസി നമുക്ക് എത്രയാണെന്നറിയാം? 2 ആണെന്നറിയാം. പ്ലസ് ആനന്ദിൻ്റെ എഫിഷ്യൻസി എത്ര? 3 ആണെന്നറിയാം. മൂന്നാമത്തെ ആളാരാണ്? അരുണാണ് വരുന്നത്. സോ ഒരു 3 പേര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്ര വരും? 6 എന്ന് വരും. അതായത് ഈ 6 എന്ന് പറയുന്നത് എന്താ? 3 പേരും കൂടി ചേർന്ന എഫിഷ്യൻസിയാണ്. അതായത് 2 പേരുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു, 2, 3 ആണെന്ന് കണ്ടുപിടിച്ചു. സോ എത്ര വരും? 5 പ്ലസ് അരുണിൻ്റെ എഫിഷ്യൻസി നമുക്കറിയില്ല, ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. സോ അരുണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6 - 5 എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് കിട്ടി.
സോ ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2, രണ്ടാമത്തെ ആളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3, അരുണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും? 1 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ, അതായത് ടോട്ടൽ എമൗണ്ട്, ആ വർക്കിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 48,000 ആണ് വരുന്നത്. സോ ഈ റേഷ്യോയിലാണ് എന്ത് 48,000 വീതിച്ച് കൊടുക്കേണ്ടത്. സോ റേഷ്യോൻ്റെ സമ്മ എത്ര വരും? 5, 6. അതായത് 6 ആണ് എന്ത് 48,000. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 8,000 എന്ന് നമുക്ക് കിട്ടും. 1ൻ്റെ വാല്യൂ എത്ര കിട്ടി? 8,000 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താ, ആനന്ദും അനീതരും ആനന്ദിൻ്റെയും 2 പേർക്കും എത്ര എമൗണ്ട് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. സോ അനീത് ഇതാണ്, ആനന്ദ് ഇതാണ്. 2 + 3 എന്ന് പറയുന്നത് 5. സോ 5 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 8,000 × 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 40,000 എന്ന് നമുക്ക് കിട്ടും. ആൻസർ എത്രയാണ്? 40,000 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോമൻ പർച്ചേസ്ഡ് എ മൊബൈൽ ഫോൺ ഫോർ 27,000 and sold it at a loss of 90,000. With that money, she purchased a tablet and sold it at a gain of 20%. What is her overall gain or loss? So question എന്താണ്? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, അതായത് സോമൻ മൊബൈൽ ഫോൺ എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 27,000 രൂപ. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് 27,000 രൂപ. ആൾക്ക് എന്താണ് 19% ലോസ് ആണ് ഉണ്ടായത്. സോ ആ സെയിം, അതായത് ലോസ് ഉണ്ടായത് സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് എന്ത് ആളൊരു ടാബ്ലറ്റ് മേടിച്ച് ആ ടാബ്ലറ്റ് എത്ര 20% പ്രോഫിറ്റിനാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ എത്ര പെർസെൻറ്റേജ് ആണ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, 27,000 ആണ് ആളുടെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. എത്ര പെർസെൻറ്റേജ്? 19% ലോസ് ആണ് ഉണ്ടായത്. സോ ആ 19% ലോസ് ആണ് ഉണ്ടായത്. സോ ആളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? അതായത് ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 19% ലോസ് ആണ് ഉണ്ടായത്. സോ സെല്ലിംഗ് പ്രൈസ് കാണാൻ 100 മൈനസ് 19% ബൈ 100. സോ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? 27,000 ഇൻറ്റു 100 മൈനസ് 19 എന്ന് പറയുന്നത് 81/100 എന്ന് വരും. ഇതാണ് എന്ത് ആളുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഈ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് എന്താ ആള് ഒരു എന്ത് മേടിച്ചത്? ആളൊരു ടാബ്ലറ്റ് മേടിച്ചത്. സോ ഈ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടാണ് ആളൊരു ടാബ്ലറ്റ് മേടിച്ചത്. ആ ടാബ്ലറ്റിന് എന്താണ് 20% പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. സോ ഇതിൻ്റെ 20% ആണ് പ്രോഫിറ്റ്. സോ ഇതിൻ്റെ 120% എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും. സോ ആദ്യം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 27,000 ആണ്. സോ 27,000ൻ്റെ 81% ആണ് എന്ത് ആളുടെ സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് ആളൊരു ടാബ്ലറ്റ് മേടിച്ചപ്പോൾ എത്ര പെർസെൻറ്റേജ്? 20% പ്രോഫിറ്റ് ഉണ്ടായി. സോ ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ് ലാസ്റ്റ് ഓവറോൾ സെല്ലിംഗ് പ്രൈസ്. അത് എത്രയാണ് വരുന്നത്? 120% ആണ് വരുന്നത്. അതാണ് ഓവറോൾ സെല്ലിംഗ് പ്രൈസ്. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടും? 0 0 കട്ട് ചെയ്ത് പോയി, ഇവിടെ 0 പോയി, ഇവിടെ 0 പോയി. ലാസ്റ്റ് എത്ര? 27 × 81 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നമുക്ക് കിട്ടും. സോ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27 × 12 എന്ന് പറയുന്നത് 270 + 54 4 2 324 എന്ന് വരും. 324 × 81 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 26,244 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 26,244 ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എടുത്ത എമൗണ്ട് ആണ്. അതായത് 27,000 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഓവറോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 26,244 ആണ് വരുന്നത്. സോ എന്താണ് ഉണ്ടായത്? അതായത് കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ കൂടി നിൽക്കുന്നത്. സോ ലോസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ലോസ് എന്ന് പറയുമ്പോൾ ഗെയിൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ലാസ്റ്റ് എത്രയാണ് ലോസ് ഉണ്ടായത്? സോ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്
756 എന്ന് നമുക്ക് കിട്ടും. അതായത് ഓൾറെഡി CP അതായത് കോസ്റ്റ് പ്രൈസ് ആണ് കയറി നിൽക്കുന്നത്. സോ ലോസ് ആണ് ഉണ്ടാകുന്നത്. എത്ര ലോസ്? 756. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. At present, Radhika's age is 3 times the age of Vipin. After 7 years, Radhika's will be 2 times as old as Vipin. What is the present age of Radhika? So, ഇതെന്താണ്? ഏജ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? Radhika's age is 3 times as the age of Vipin. So, Radhika's age is 3 times of Vipin. So, രതിക ഇസ് ടു വിപിൻ എന്ന് പറയുന്നത് റേഷ്യോ എത്ര കിട്ടി? 3:1 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് 7 കൊല്ലം കഴിയുമ്പോൾ എന്താവും? രതിക ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് വിപിൻ എന്ന് കിട്ടും. സോ നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടി? രതിക 2 ആണെങ്കിൽ വിപിൻ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. സോ നമുക്ക് എന്തൊക്കെ റേഷ്യോ കിട്ടി? ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 എന്നും രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് കിട്ടി. ഇവരുടെ റേഷ്യോൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര? 7 years ആണ് വരുന്നത്. സോ റേഷ്യോൻ്റെ ഗ്യാപ്പ് എത്ര? 7 years ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അതായത് ഏജ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ റേഷ്യോൻ്റെ ഡിഫറൻസ് എപ്പോഴും സെയിം ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. സോ ആദ്യത്തെ റേഷ്യോ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 2 എന്ന് പറയും. രണ്ടാമത്തെ എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. സോ റേഷ്യോൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ റേഷ്യോൻ്റെ ഡിഫറൻസ് സെയിം ആവണം. സെയിം അല്ല അവിടെ തന്നേക്കുന്നത്. സോ നമ്മൾ സെയിം ആക്കണം. സെയിം ആക്കാൻ എന്ത് ചെയ്യുക? സോ ഇവിടെ 2ഉം ഇവിടെ 1 വന്നത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ 1 × 3:1 എന്ന് പറയുന്നത് 3:1 എന്ന് വരും. 2 × 2 4 2 × 1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. സോ റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടി? 3:1 എന്നും കിട്ടി, 4:2 എന്നും കിട്ടി. സോ ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഇവരുടെ ഇൻഡിവിജ്വൽ റേഷ്യോസിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. സോ 3 - 1 എന്ന് പറയുന്നത് 2 വന്നു, 4 - 2 എന്ന് പറയുന്നതും 2 തന്നെയാണ് വന്നത്. സോ ഡിഫറൻസ് സെയിം ആയി. സോ ഈ രണ്ട് റേഷ്യോൻ്റെയും ഏജ് ഗ്യാപ്പ് അതായത് ഏജ് ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 7 ആണ് വരുന്നത്. സോ 7 years ആണ് എന്ത്? ഈ രണ്ട് റേഷ്യോൻ്റെയും ഡിഫറൻസ്. സോ 4 അതായത് 4 - 3 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. 2 - 1 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. സോ ഈ 1 ആണ് എന്ത്? 7 years. അതായത് 7 കൊല്ലം. അതായത് അവരുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 3, പ്രസൻറ്റ് ഏജിൽ റേഷ്യോ എന്ന് പറയുന്നത് 3:1. 7 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:2 ആണ്. സോ അവരുടെ രണ്ടുപേരുടെയും ഏജ് ഗ്യാപ്പ് അതായത് ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 years ആണ് വരുന്നത്. സോ ഈ റേഷ്യോൻ്റെ ഡിഫറൻസ് അതായത് 4 - 3 എന്ന് പറയുന്നതും 2 - 3 എന്ന് പറയുന്നതും ഡിഫറൻസ് എത്ര? 1 ആണ് വരുന്നത്. സോ ആ 1 ആണ് എന്ത്? 7 years. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാധിക? രാധികയുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് എത്ര? പ്രസൻറ്റ് ഏജിലെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3 ആണ് വരുന്നത്. 1 എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 7 × 3 എന്ന് പറയുന്നത് 21 years നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The following table shows the number of centuries scored by cricketers in 5 years. Find the total number of centuries scored in all years. അതായത് ഈ 5 കൊല്ലത്തിലും എത്ര സെഞ്ചുറീസ് എടുത്തിട്ടുണ്ടെന്ന്, അതായത് എത്ര സെഞ്ചുറീസ് ആണ് ടോട്ടൽ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ജസ്റ്റ് എത്ര സെഞ്ചുറീസ് ഈ 5 കൊല്ലം കൊണ്ട് എടുത്തു നോക്കാം. അതായത് ഇതിൻ്റെയൊക്കെ സമ്മ് എത്രയാണെന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായി? ആൻസറായി. അതായത് ടോട്ടൽ സെഞ്ചുറീസ് ഇൻ ദീസ് ഇയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എത്ര കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 17 സെഞ്ചുറീസ് ആണ് ഈ 5 കൊല്ലം കൊണ്ട് എടുത്തത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാം സോൾഡ് 2 bags at 1,260 each. On one he gained 20%, on the other he lost 20%. Find his gain or loss percentage in the whole transaction. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണ്. ആദ്യത്തേന് എന്ത്?
20% ഡിസ്കൗണ്ടും ആദ്യത്തേന് 20% പ്രോഫിറ്റും രണ്ടാമത്തേന് 20% ലോസും ആണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. സോ ഇത് ചെയ്യാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് -x² ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് സെയിം ആവണം, അതുപോലെ ലോസ് പെർസെൻറ്റേജും ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും സെയിം ആവണം. സോ ഇവിടെ രണ്ടും 20 ആവാൻ നിൽക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എത്ര? 20. സോ -20x²/100 എത്ര കിട്ടും? 420/100. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ വെട്ടി പോകുമ്പോൾ എത്ര വരും? -4% നമുക്ക് കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? -x²/100. സോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? -4% എന്ന് കിട്ടി. മൈനസ് എന്ന് പറയുന്നത് ലോസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ, അതായത് ലോസ് 4% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x² + 1/x² = 18. What is the value of x³ - 1/x³? സോ x³ - 1/x³ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് x - 1/x = k ആണെങ്കിൽ x³ - 1/x³ എന്ന് പറയുന്നത് k³ + 3k. സോ എന്താണ്? x - 1/x വാല്യൂ k ആണെങ്കിൽ x³ - 1/x³ വാല്യൂ എന്ന് പറയുന്നത് k³ + 3k. സോ നമുക്ക് തന്നേക്കുന്നത് എന്താ? തന്നേക്കുന്നത് x² + 1/x² വാല്യൂ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. നമുക്ക് എന്താ ആവശ്യം? x - 1/x വാല്യൂ ആണ് നമുക്കിവിടെ ആവശ്യം. സോ അത് കണ്ടുപിടിക്കാൻ വേറൊരു സെക്കൻഡ് ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് x² + 1/x² വാല്യൂ എന്താണ്? a ആണെങ്കിൽ x - 1/x എന്ന് പറയുന്നത് എന്താണ്? √a - 2. എന്താണ്? x² + 1/x² വാല്യൂ a ആണെങ്കിൽ x - 1/x ആക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √a - 2. സോ നമുക്ക് തന്നേക്കുന്നത് എന്താ? x² + 1/x² വാല്യൂ a എന്ന് പറയുന്നത് എത്ര? 18 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x - 1/x എന്ന് പറയുന്നത് √18 - 2, അതായത് √16 എന്ന് വരും. അതായത് 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് x - 1/x വാല്യൂ 4 നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ? x³ - 1/x³ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. കണ്ടുപിടിക്കാൻ എന്താ? k എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 4 ആണ്. സോ 4³ + 3 × 4 എത്ര കിട്ടും? 64 + 12 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 76 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Out of the total income, a family saves 50% and the rest of the amount is spent on 3 types of expenditure: health, education, food in the ratio of 1:2:2. The income is ₹300 less than thrice. So നമുക്ക് ആദ്യം ഇത്രയും പോർഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ എന്താണ്? ഒരു ഫാമിലിയിൽ ഇൻകം എന്ന് പറയുന്നത് എത്ര? ഇൻകം എന്ന് പറയുന്നത് 100% ആണ് ഇൻകം വരാം. സോ ഇൻകം എത്രയാണ്? 100%. അതിൽ എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്തു? അതിൽ 15% ആൾ സേവ് ചെയ്തു. ബാക്കി 85% ആണ് ആളുടെ എക്സ്പെൻഡിച്ചർ. സോ എക്സ്പെൻഡിച്ചർ ഏത് റേഷ്യോയിലാണ്? 1:2:2 എന്ന റേഷ്യോയിലാണ് ഉള്ളത്. സോ ഈ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് വരുന്നത്? 1:2:2 എന്ന റേഷ്യോയിലാണ് വരുന്നത്. സോ ഈ റേഷ്യോ എത്ര പെർസെൻറ്റേജ്, അതായത് ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ റേഷ്യോ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ 1 + 2 + 2 എന്ന് പറയുന്നത് എത്ര? 5 എന്ന് കിട്ടും. ആ 5 ആണ് 85%. സോ 1 എന്ന് പറയുന്നത് എത്ര? 17% എന്ന് കിട്ടും. 1 എന്ന് പറയുന്നത് എത്ര? 17% കിട്ടും. സോ 1 എന്ന് പറയുന്നത് ആദ്യം 17%. രണ്ടാമത്തെ റേഷ്യോ എത്ര? 2 എന്ന് പറയുന്നത് എത്ര? 17 × 2 എന്ന് പറയുന്നത് 34%. സെക്കൻഡ് എത്രയാണ്? 34% എന്നാണ് ആൻസർ വരിക. സോ നമ്മൾ തന്നേക്കണ റേഷ്യോ നമ്മൾ എന്തിലേക്ക് മാറ്റി? പെർസെൻറ്റേജിലേക്ക് നമ്മൾ മാറ്റി. ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സോ അത്രയും പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദ ഇൻകം ഈസ്
300 ലെസ് ദാൻ ത്രൈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ദ എഡ്യൂക്കേഷൻ. സോ ഇൻകം എന്ന് പറയുന്നത് എത്ര? 100% ഈസ് 300 ലെസ് ദാൻ ത്രൈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? ഹെൽത്ത് കഴിഞ്ഞാലാണ് എഡ്യൂക്കേഷൻ വരുന്നത്. സോ 2 ആണ് എന്ത്? എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻഡിച്ചർ. സോ 2 എന്ന് പറയുന്നത് എത്ര? 34% ആണ് വരുന്നത്. അതായത് ഇൻകം മൈനസ് ത്രൈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ. സോ ത്രൈസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 34. സോ ഇവർ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 300 ആണ് ഡിഫറൻസ് വരുന്നത്. അതായത് 100% മൈനസ് 3/34 എന്ന് പറയുന്നത് 102% എന്ന് പറയുന്നതാണ് എത്ര? 300. അതായത് 2% ആണ് എത്ര വരുന്നത്? 300 എന്ന് വരുന്നത്. സോ 2% എത്ര? 300 എന്ന് നമുക്ക് കിട്ടി. സോ അതായത് ഇൻകത്തിൻ്റെയും ത്രൈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 3 ഇരട്ടി ഇവർ തമ്മിൽ ഡിഫറൻസ് ആണ് എന്ത്? 300. അതായത് ഇവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2% ആണ് എന്ത്? 300 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സേവിങ്സ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഹെൽത്ത്. ഹെൽത്തിൻ്റെ എന്താണ്? 1 ആണ് റേഷ്യോ വരുന്നത്. അതായത് 17. അതായത് സേവിങ്സ് മൈനസ് ഹെൽത്ത്. സേവിങ്സ് എത്ര? 15% ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് എത്ര? 17% ആണ്. ഇവരുടെ ഡിഫറൻസ് എത്ര വരും? 2% ആണ് ഡിഫറൻസ് വരുന്നത്. സോ 2% എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 300 കണ്ടുപിടിച്ചു. സോ 2% എത്ര കിട്ടും നമുക്ക്? 300 ആണ് വരുന്നത്. സോ ഇവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 2% ആണ്. 2% എത്ര? 300 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ചീസ് ടു സോസ് ഫോർ എ സിംഗിൾ പിസ്സ ഈസ് 1 cup to 1/2 cup. അതായത് ചീസ് ഇസ് ടു സോസ് എന്ന് പറയുന്നത് എത്ര? 1 to 1/2 cup. അതായത് 1:0.5. അതായത് എത്ര കിട്ടും? 1:0.5 എന്ന് പറയുന്നത് 2:1 എന്ന് നമുക്ക് കിട്ടും. സോ 1:2 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ചീസ് ഇസ് ടു സോസ് എന്ന് പറയുന്നത് 1:1/2. പ്രോപ്പറാക്കി എഴുതാൻ 2നും ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 2:1 എന്ന് കിട്ടും. സോ ചീസ് ഇസ് ടു സോസ് എന്ന് പറയുന്നത് എത്ര? ചീസ് ഇസ് ടു സോസ് എന്ന് പറയുന്നത് 2:1 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ? ഇഫ് രാമ യൂസ്ഡ് 15 cups ഓഫ് സോസ് ടു മേക്ക് എ നമ്പർ ഓഫ് പിസ്സ, ദെൻ ഹൗ മെനി കപ്സ് ഓഫ് ചീസ് ഡിഡ് ഷീ യൂസ് ദോസ് പിസ്സ. അതായത് 15 കപ്പ് സോസ് യൂസ് ചെയ്യാൻ വെച്ചാൽ എത്ര കപ്പ് ചീസ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ 15 കപ്പ് സോസ്, അതായത് 15 കപ്പ് സോസാണ് വേണ്ടത്. സോ 15 ആവാൻ ഇൻറ്റു 15 ആണ് യൂസ് ചെയ്ത്. സോ ഇവിടെ 2 × 15 എന്ന് പറയുന്നത് എത്ര? 30 കപ്പ് ചീസാണ് വേണ്ടത്. അതായത് 15 കപ്പ് 2:1 എന്ന റേഷ്യോയിലാണെങ്കിൽ 15 കപ്പ് സോസാണ് യൂസ് ചെയ്തതെങ്കിൽ 30 കപ്പ് ചീസാണ് അവിടെ വേണ്ടത്. സോ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In an examination, a student scores 4 marks for every correct answer and loses 1 mark for every wrong answer. A student attempts all 200 questions and score 500 marks. What is the number of questions he answered correctly? So ഇത് നമ്മൾ അലിഗേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുക. സോ അലിഗേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാം? ഇതൊരു ശ്രദ്ധിച്ചിരുന്നാലേ അലിഗേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. സോ എന്താണ്? ഒരു എക്സാമിനേഷനാണ് നടന്നത്. സ്റ്റുഡൻറ്റ് സ്കോർ 4 മാർക്ക്, അതായത് കറക്റ്റ് ആൻസറിന് എത്ര മാർക്ക്? 4 മാർക്കും റോങ് ആൻസറിന് എത്ര മാർക്ക് പോവും? -1 മാർക്കാണ് ഉള്ളത്. സോ കറക്റ്റ് ആൻസറിന് 4 മാർക്കും തെറ്റിക്കഴിഞ്ഞാൽ എത്ര? -1 ആണ് വരുന്നത്. സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്ര? 200 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആൾക്ക് കിട്ടിയ മാർക്ക് എത്ര? 500 മാർക്കാണ് ആൾക്ക് കിട്ടിയത്. സോ ഇത് അലിഗേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, അതായത് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് 200 ക്വസ്റ്റ്യൻസും ആൾ ചെയ്തത് ശരിയാണെങ്കിൽ എത്ര മാർക്ക് കിട്ടുക? അതായത് 200 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് കിട്ടുക. സോ 200 × 4 എന്ന് പറയുന്നത്
800 മാർക്കാണ് ആൾക്ക് കിട്ടുക. അതായത് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ 800 മാർക്ക് കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് 200 ക്വസ്റ്റ്യനും തെറ്റിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? അതായത് 200 ക്വസ്റ്റ്യനും, അതായത് ഒരു ക്വസ്റ്റ്യന് -1 ആണുള്ള 200 ക്വസ്റ്റ്യനും തെറ്റിച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടുക? -200 മാർക്കാണ് കിട്ടുക. അതായത് 200 × -1 എന്ന് പറയുന്നത് 200 മാർക്ക്. സോ ഇതാണ് ആദ്യത്തെ, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് ശരിക്കും ആൾക്ക് എത്ര മാർക്ക് കിട്ടി? അതായത് ശരിക്കും 500 മാർക്കാണ് ആൾക്ക് കിട്ടിയത്. അതായത് എത്രയോ പാർട്ട് ആളുടെ ശരിയായി, എത്രയോ പാർട്ട് ആളുടെ തെറ്റി, രണ്ടും കൂടി മിക്സ് ചെയ്ത് ആൾക്ക് കിട്ടിയത് എത്ര മാർക്കാണ്? 500 മാർക്കാണ് ആൾക്ക് കിട്ടിയത്. സോ അലിഗേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 200 ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ എത്ര മാർക്കാന്ന് എഴുതി, 200 ക്വസ്റ്റ്യനും തെറ്റാണെങ്കിൽ എത്ര മാർക്കാന്ന് എഴുതി. ആൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് എത്ര? 500 കിട്ടിയത്. ഇനി അലിഗേറ്റ് ചെയ്യാം. അലിഗേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 800 - 500 എന്ന് പറയുന്നത് എത്ര വരും? 300 എന്ന് വരും. അതുപോലെ 500 - -200 എന്ന് പറയുന്നത് എത്ര വരും? 700 എന്ന് വരും. സോ റേഷ്യോ എടുക്കുമ്പോൾ എത്ര വരും? 7:3 എന്ന് വരും. ഈ 7:3 എന്ന് പറയുന്നത് എന്താ? അത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 500 മാർക്ക് കിട്ടാൻ ആൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ റേഷ്യോ ആണ് 7:3. സോ 7:3 ആണ് ആള്. 7:3 എന്ന് പറയുന്നത് എത്ര? കറക്റ്റ് ആൻസറും ഇത് റോങ് ആൻസറിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് കിട്ടിയത്. സോ കറക്റ്റ് ഇസ് ടു റോങ് എന്ന് പറയുന്നത് 7:3 ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്ര? 200 ആണ്. അതായത് 7:3 ആണ് ആളുടെ കറക്റ്റ് ഇസ് ടു റോങ്ങിൻ്റെ റേഷ്യോ വന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200. സോ 7:3 ആണ് എന്ത്? 200. സോ 7 + 3 എന്ന് പറയുന്നത് 10 ആണ് എന്ത്? 200 എങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര? 20 നമുക്ക് കിട്ടും. സോ 1 എന്ന് പറയുന്നത് 20 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടിലേക്കും 20 അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 7 × 20 എന്ന് പറയുന്നത് 140 എന്ന് കിട്ടും. 3 × 20 എന്ന് പറയുന്നത് എത്ര കിട്ടും? 3 × 20 60 എന്ന് കിട്ടും. അതായത് ആളെത്ര? 140 ക്വസ്റ്റ്യൻസ് കറക്റ്റായി അറ്റംപ്റ്റ് ചെയ്തു, 60 ക്വസ്റ്റ്യൻസ് ആൾ റോങ് ആയി അറ്റംപ്റ്റ് ചെയ്തു. രണ്ടും കൂടി ക്ലബ് ചെയ്തപ്പോഴുള്ള മാർക്കാണ് 500. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ആൻസേർഡ് കറക്റ്റ്ലി. സോ എത്ര ക്വസ്റ്റ്യൻസ് ആൾ കറക്റ്റ് ആൻസർ ചെയ്തു? 140 ക്വസ്റ്റ്യൻസ് ആൾ കറക്റ്റ് ആൻസർ ചെയ്തു. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What would be the simple interest on principal amount of 1 lakh for 2 years at the rate of 12% per annum? So rate of interest എന്ന് പറയുന്നത് എത്ര? 12% per annum. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്ര? 2 ആണ് വരുന്നത്. പ്രിൻസിപ്പൽ എത്ര? 1 lakh ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2 കൊല്ലത്തേക്കാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്ത്, ആളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 12% ആണ്. സോ ടോട്ടൽ എത്ര പെർസെൻറ്റേജ്? 24% ആണ് ആൾക്ക് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ആ എമൗണ്ടിൽ, അതായത് 1 lakhൽ ആൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് 2 കൊല്ലത്തേക്ക് 12% വെച്ചാണെങ്കിൽ 24% ആണ് എന്ത്? ആളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. എമൗണ്ട് എത്രയാണ് വരുന്നത്? 1 lakh ആണ് വരുന്നത്. സോ 1 lakhൻ്റെ 24% ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ 1 lakhൻ്റെ 24% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 24,000 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ 3D സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 24,000 ആണ് വരുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കൊല്ലത്തേക്കാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്തത്, ആളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12 ആണ്. സോ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര? 24%. എന്തിൻ്റെ? പ്രിൻസിപ്പളിലെ 24% ആണ് ആളുടെ ടോട്ടൽ സിമ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. സോ 1 lakh ആണ് പ്രിൻസിപ്പൾ, അതിൻ്റെ 24%. 1 lakhൻ്റെ 24% എന്ന് പറയുന്നത് 24,000 ആണ്. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.